ഇന്ത്യ ബംഗ്ലാദേശ് T20 സീരീസിലെ ആദ്യ മത്സരം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നൈസായിട്ട് ഇന്ത്യ അങ്ങ് ജയിച്ചു. സൂര്യകുമാർ യാദവ് എന്ന് പറയുന്ന ക്യാപ്റ്റന് തൊട്ടതെല്ലാം പൊന്നാവുന്ന ദിവസമായിരുന്നു എന്ന് പറയാം. ആദ്യം തന്നെ ബോളിംഗ് തിരഞ്ഞെടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പന്തെറിഞ്ഞ് ബംഗ്ലാദേശിന്റെ ബാറ്റർമാരെ ചുരുട്ടിക്കെട്ടാൻ ഇന്ത്യയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്. അർഷദീപ് ആദ്യത്തെ ഓവറിൽ തന്നെ വിക്കറ്റ് എടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യത്തെ 2 ഓവറിൽ 2 വിക്കറ്റ് വീഴ്ത്താൻ അർഷദീപിനെ കൊണ്ട് കഴിഞ്ഞു. മയങ്ക് യാദവിന്റെ 149 കിലോമീറ്റർ വേഗത വരുന്ന പന്ത് പലപ്പോഴും കടുവകളെ ഭീഷണിപ്പെടുത്തി. പക്ഷേ കടുവകൾ മയങ്കിനെ ഒരു ഓവറിൽ അടിച്ചിട്ടുണ്ട് എന്നുള്ളത് മറച്ചു വെക്കാൻ പറ്റാത്ത സത്യമാണ്. 8 റൺസ് എടുത്ത പർവേസ് ഹുസൈനെയും 4 റൺസ് എടുത്ത ലിറ്റൻ ദാസിനെയുമാണ് അർഷദീപ് കുരുക്കിയത്. 12 റൺസ് എടുത്ത ഹൃദോയ്, 8 റൺസ് എടുത്ത ജാക്കിർ അലി എന്നിവരെ പുറത്താക്കി വരുൺ ചക്രവർത്തി ബംഗ്ലാദേശിന്റെ മുന്നേറ്റത്തിന് കൂടുതൽ മൂക്കുകയറിട്ട് ചുരുക്കി. ആദ്യം വരുൺ ചക്രവർത്തി ഫസ്റ്റ് ഓവറിൽ വരുൺ ചക്രവർത്തി അടി വാങ്ങിച്ചു. പിന്നീട് ചക്രവർത്തി എറിഞ്ഞ് പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. മഹമ്മദുള്ളയെ മയങ്ക് യാദവാണ് പുറത്താക്കിയത്. യാദവിന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ വിക്കറ്റ് ആയിരുന്നു. പിന്നെ അവരുടെ നിരയിൽ ബാറ്റ് കൊണ്ട് അത്യാവശ്യം തിളങ്ങിയ ഷാൻഡോയെ വാഷിംഗ്ടൺ സുന്ദറാണ് പുറത്താക്കിയത്. 11 റൺസ് എടുത്ത റിഷാദ് ഹുസൈനെ നമ്മുടെ വരുൺ ചക്രവർത്തിയാണ് പുറത്താക്കിയത്. പിന്നെ ഹാർദിക് പാണ്ഡ്യ ഇന്ത്യക്ക് വേണ്ടി 1 വിക്കറ്റ് വീഴ്ത്തി. മഹദി ഹസൻ മിറാസ് ആണ് ബംഗ്ലാദേശിന്റെ ടോപ്പ് സ്കോറർ. 35 റൺസ് പുള്ളി എടുത്തു. പിന്നെ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങി ഇന്ത്യക്ക് വേണ്ടി എല്ലാവരും ഡീസന്റ് ആയിട്ട് ബാറ്റ് ചെയ്തു എന്ന് തന്നെ പറയാം. സഞ്ജു വി സാംസന്റെ ഒരു സ്ട്രേറ്റ് ഡ്രൈവ് ഒക്കെ എടുത്തു പറയേണ്ടതാണ്. നയന മനോഹരമായിട്ടുള്ള ഷോട്ടാണ് സഞ്ജു വി സാംസൺ കളിച്ചത്. പിന്നെ അഭിഷേക് ശർമ്മ തുടക്കത്തിലെ അടിച്ചു, പക്ഷേ കയറിപ്പോയി. അഭിഷേക് ഒന്ന് സൂക്ഷിച്ച് കളിച്ചായിരുന്നെങ്കിൽ ഇന്ത്യക്ക് 10 വിക്കറ്റ് വിജയം സ്വന്തമാക്കായിരുന്നു. കാരണം അഭിഷേക് നിന്ന് കത്തുമായിരുന്നു. അഭിഷേക് നിന്ന് കത്തിയതിനെക്കാട്ടി രൂക്ഷമായിട്ടാണ് സൂര്യകുമാർ യാദവ് വന്ന് കത്തിയത്. സൂര്യകുമാർ യാദവ് എന്ന അടിയാണ് അടിക്കുന്നത്. അബ്സല്യൂട്ട്ലി ഹീസ് എ 360 ബാറ്റ്സ്മാൻ എന്ന കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും. സൂര്യകുമാർ യാദവ് പോയതിനു ശേഷം ഹാർദിക് പാണ്ഡ്യ വന്ന് അടിയോടടി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത അടിയാണ് ഹാർദിക് പാണ്ഡ്യ അടിച്ചത്. സ്കോർ ലെവലിന്റെ കാര്യം പറയാനാണെങ്കിൽ 14 ഓവറിൽ തന്നെ ബംഗ്ലാദേശിന്റെ 127 റൺസ് എന്ന് പറഞ്ഞ വിജയലക്ഷ്യം ഇന്ത്യ പുഷ്പം പോലെ മറികടന്നു. 7 പന്തിൽ നിന്നും 16 റൺസ് എടുത്ത അഭിഷേക് ശർമ്മ ഒരു കാര്യമില്ലാതെ റൺഔട്ട് ആയതാണ് അഭിഷേക് റൺഔട്ട് ആയത്. അതിന്റെ ആവശ്യമില്ലായിരുന്നു. സൂര്യകുമാർ യാദവ് 14 പന്തിൽ നിന്നും അതിവേഗം 29 റൺസ് എടുത്തു. 3 6ഉം 2 4ഉം സൂര്യകുമാർ യാദവ് അടിച്ചു. നമ്മുടെ സ്റ്റാർ ബോളറെ മുസ്തഫിസറിനെ സ്വീകരിച്ചത് തന്നെ 6ഉമായിട്ടാണ്. പക്ഷേ മുസ്തഫിസർ തന്നെ സൂര്യകുമാർ യാദവിന്റെ വിക്കറ്റ് തൂക്കി എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം സഞ്ജു വി സാംസൺ ആക്രമണത്തിന്റെ ചുമതല ഏറ്റെടുത്തു. സഞ്ജു വി സാംസൺ കാടനടികളൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം നല്ല ക്രിക്കറ്റിംഗ് ഷോട്ടുകൾ കളിച്ച ശേഷം വെറുതെ ഒരു അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച് സഞ്ജു വി സാംസൺ ഔട്ടായി. 19 പന്തിൽ നിന്നും 29 റൺസ്, ഡീസന്റ് സ്കോർ സഞ്ജു വി സാംസൺ എടുത്തു. പിന്നെയാണ് ഹാർദിക്കിന്റെ ഷോ കണ്ടത്. 16 പന്തിൽ നിന്നും 39 റൺസ് ഹാർദിക് അടിച്ചു. ഒരു സൈഡിൽ നിതീഷ് അവിടെ നിപ്പുണ്ടായിരുന്നു. അതായിരുന്നു മത്സരത്തിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയാൻ. ഹാർദിക്കിന്റെ കിടിലൻ ലേറ്റ് കട്ടും അപ്പർ കട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു മത്സരം, ഡീസന്റ് മത്സരമാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടന്നത്.